ഈ ഒരു പയ്യനെ ഇപ്പോൾ 2 പോലീസുകാർ ഫോളോ ചെയ്യുന്നു. കാരണം അവർ കരുതിയത് അതൊരു കള്ളനാണെന്നാണ്. ഈ സമയം നിക്ക് എന്ന പയ്യൻ ഒരു കാറിന്റെ ഡോറിൽ തൊട്ടതും പോലീസുകാർ ഉടനെ അവിടേക്ക് വന്ന് നിക്കിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ നിക്ക് ഇപ്പോൾ ആ പോലീസുകാരോട് ഈ കാർ താൻ റെന്റിനെടുത്തതാണ്, അതിന്റെ താക്കോല് കാണാനില്ല എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അതിലെ ജോൺ എന്ന ഒരു ഓഫീസർ ആണെങ്കിൽ അവൻ പറയുന്നതൊന്നും കേൾക്കാതെ കളവിനെ നിക്കിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. കാരണം ആ ഒരു അറസ്റ്റ് കൂടി അവൻ കൃത്യമായി ചെയ്തു തീർത്താൽ ജോണിന്റെ പ്രമോഷനെ അത് വളരെയധികം ഉപകാരപ്പെടും. എന്നാൽ നിക്ക് നിരപരാധിയാണെന്ന് തോന്നിയ മറ്റൊരു പോലീസ് ഓഫീസറായ ലൂക്കാസ് ഇപ്പോൾ നിക്കിനോട് നീ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും രേഖ നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട നിക്കാണെങ്കിൽ ആ കാറിനകത്ത് ഒരു വാലറ്റ് ഉണ്ടോ, അതിനകത്ത് ആ കാർ അവൻ റെന്റിനെടുത്തതിന്റെ പേപ്പേഴ്സ് ഉണ്ടെന്നും പറഞ്ഞതോടെ ലൂക്കാസ് ഇപ്പോൾ ഉടനെ ജോണിനടുത്തേക്ക് ചെന്ന് ആ കാർ പരിശോധിക്കാനുള്ള പെർമിഷൻ ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് ജോൺ ആണെങ്കിൽ ലൂക്കാസിനോട് എന്നെ ആരും പണി പഠിപ്പിക്കണ്ട എന്നും എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് നിന്റെ ജോലി പോകുമെന്നും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷേ ഇത് കേട്ടിട്ടും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ലൂക്കാസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ സഹായത്തോടെ കാറിനകത്ത് പരിശോധന നടത്തുന്നു. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് ആ കാറിനകത്ത് നിക്ക് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു വാലറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് കണ്ട ദേഷ്യത്തിൽ ലൂക്കാസ് ഇപ്പോൾ തിരിച്ച ഒരു സെല്ലിലേക്ക് ചെന്ന് കള്ളത്തരം പറഞ്ഞതാണെന്ന് കരുതി അവനോട് വളരെയധികം ദേഷ്യപ്പെട്ട് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. ശേഷം പിറ്റേ ദിവസത്തെ മീറ്റിംഗിൽ ജോൺ ആണെങ്കിൽ ഹയർ ഓഫീസേഴ്സിന് മുന്നിൽ നിക്കിനെതിരെയുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കുന്നു. എന്നാൽ ഈ സമയം അവരുടെ ചീഫ് ആണെങ്കിൽ അവർക്കിപ്പോൾ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു കൊടുക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ ആ കാറിനകത്ത് അവർ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കെ ആ മീറ്റിംഗിലേക്ക് ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്ത നിക്ക് എന്ന ഒരു പയ്യൻ കടന്നു വരികയാണ്. കാരണം യഥാർത്ഥത്തിൽ നിക്ക് അവരുടെ ടീമിലെ മോശപ്പെട്ട ഓഫീസേഴ്സിനെ കണ്ടുപിടിക്കാൻ അവരുടെ ചീഫ് ഏർപ്പാടാക്കിയ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. തലേന്ന് രാത്രി ലൂക്കാസിന് ആ കാറിനകത്തു നിന്നും നിക്ക് പറഞ്ഞ പോലെ ആ വാലറ്റ് ലഭിക്കാതിരിക്കാൻ കാരണം അതിന് മുൻപ് തന്നെ ജോൺ ആണെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആ വാലറ്റ് ആ കാറിനകത്തു നിന്നും കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജോണിനെ ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്യുകയും ലൂക്കാസിനെ അവരിപ്പോൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു.